ഗർ ഇഴഞ്ഞു തുടങ്ങി വളരെ പെട്ടെന്ന് സിംഹവേഗം കൈവരിക്കുന്ന ഒരു സിനിമ. അതാണ് ഗർ. പ്രണയച്ചതി, ജാതിക്കൊല, റെജിമോൻ നാടാർ എന്ന ചെറുപ്പക്കാരനെ കാണാതായിരിക്കും. ജയ് കെ സംവിധാനം ചെയ്ത ഒരു ഫാമിലി കോമഡി ഡ്രാമയാണ് ഗർ. കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രം ഒരു മികച്ച എന്റർടൈനറാണ്. അവന്റെ കൂട്ടുകാരനാ, അവൻ സിനിമ പിടിച്ചു കർമ്മം ചെയ്യും. മൃഗശാല കഥയായതുകൊണ്ട് തന്നെ ഒരു മികച്ച തിയേറ്റർ അനുഭവമാണ് ഗർ എന്ന് നിസ്സംശയം പറയാം. മദ്യലഹരിയിൽ ഒരു സിംഹക്കൂട്ടിലേക്ക്, മൃഗശാലയിലെ സിംഹക്കൂട്ടിലേക്ക് ചാടിയിറങ്ങുന്ന ചെറുപ്പക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഗർ എന്ന ചിത്രം. കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം റെജിമോൻ നാടാരെ കാണാതാകുന്നതിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. തലേ ദിവസം മൃഗശാലയിലെ സിംഹക്കൂട്ടിൽ ചാടി വാർത്ത സൃഷ്ടിച്ച ആളായതുകൊണ്ട് തന്നെ ഈ സംഭവം വാർത്താമാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുന്നു. അതേസമയം റെജിമോൻ എന്തുകൊണ്ട് സിംഹക്കൂട്ടിൽ ചാടിയെന്നാണ് പിന്നീട് സിനിമ പറയുന്നത്. നിന്റെ അച്ഛന്റെ മുന്നിൽ വന്നു നെഞ്ചും പിരിച്ച് ഞാൻ പെണ്ണു വയ്ക്കും. നായികയുടെ അച്ഛന്റെ കഥാപാത്രമായി എത്തുന്ന ശോഭി തിലകനും നായകന്റെ സുഹൃത്തായി എത്തുന്ന രാജേഷ് മാധവനും മൃഗശാല സൂപ്രണ്ടായി എത്തുന്ന മഞ്ജു പിള്ളയും മയക്കുപിടി വിദഗ്ധനായി എത്തുന്ന അലൻസീറുമൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത്. തമ്പി ഹിമഗിരി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം വിജയകരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരവും വ്യക്തി ജീവിതങ്ങളിലേക്ക് ചാനലുകളുടെ മാധ്യമങ്ങളുടെ കടന്നുകയറ്റവും എല്ലാം ചിത്രം വളരെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ആദ്യാവസാനം ഒരു ദൃശ്യമാധ്യമ റിപ്പോർട്ടറായി നിറഞ്ഞു നിൽക്കുന്ന രമേശ് പിഷാരടിയുടെ കഥാപാത്രം അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ചാനൽ കാണുന്നവർക്ക് തോന്നണം അവരാണ് സിംഹത്തിന്റെ കൂട്ടിലെന്ന്. മനസ്സിലായോ? മനസ്സിലായി. നിന്റെ ശവം കരമനയാറ്റി പോകും. ഫയർഫോഴ്സ് സംഘത്തലവനായി എത്തുന്ന സിബി തോമസ് തനിക്ക് ഹാസ്യ കഥാപാത്രങ്ങൾ നന്നായി ഇണങ്ങുമെന്ന് ഈ ചിത്രത്തിലൂടെ തെളിയിക്കുന്നു. മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ ഇവയാണ്: ജയേഷ് നായരുടെ ഛായാഗ്രഹണം, അതുപോലെ ഡോൺ വിൻസെന്റിന്റെ പശ്ചാത്തല സംഗീതം, വിവേക് ഹർഷന്റെ എഡിറ്റിംഗ്, ഇതൊക്കെ ചിത്രത്തിന്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുപോലെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ, സംവിധായകൻ കൂടിയായ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ്. അദ്ദേഹം ആ ജോലി ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു എന്നും പറയാം. പ്രേമമാണ് വിഷയം. ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ ഷാജി നടേശനും ആര്യയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പേര് പോലെ തന്നെ സിനിമ ആദ്യാവസാനം ചിരിയുടെ ഗർ ആണെന്ന് പറയാം. ആദ്യ മിനിറ്റുകളിൽ കുറച്ച് നമുക്ക് ഒരു ലാഗ് ഒക്കെ അനുഭവപ്പെടുന്ന സിനിമയാണ്. പക്ഷെ പിന്നീട് അവിടെ ഒരു സോങ്ങും വരുന്നുണ്ട്, ഒരു പാട്ട്. ആ പാട്ടും അല്പം മുഴച്ചു നിൽക്കുന്നില്ലേ എന്ന സംശയം തോന്നുന്നു. പക്ഷെ സിനിമ പിന്നീട് നമ്മുടെ സിംഹക്കൂട്ടിലേക്ക് എത്തുന്നതോടെ പ്രേക്ഷകർ രസം പിടിക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് നല്ല ഒരു തിയേറ്റർ അനുഭവമായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു മഹത്തായ സിനിമ എന്നൊന്നും പറയാനില്ലെങ്കിലും കുറവുകളുണ്ട് എങ്കിലും നമുക്ക് ആദ്യാവസാനം കണ്ടിരിക്കാൻ കഴിയുന്ന മികച്ച ഒരു എന്റർടൈനർ എന്ന നിലയിൽ തന്നെ നമുക്ക് ഗറിനെ കാണാം. തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. ഇതൊരു സൂപ്പർ ഹിറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും ഈ മൃഗശാല രംഗങ്ങൾ, സിംഹത്തിനെയൊക്കെ കൊണ്ടുവന്നുള്ള രംഗങ്ങളൊക്കെ കൊച്ചുകുട്ടികളെ അടക്കം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, പ്രേക്ഷകരെ ഒത്തിരി ചിരിപ്പിക്കുന്ന ഒരു ടോട്ടൽ എന്റർടൈനറാണ് ഗർ എന്ന് പറയാം.